ഇന്നലെ ആലുവയിൽ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം ഞാനൊരു ന്യൂസ് ചാനലിലാണ് കണ്ടത്. ആ ന്യൂസ് ചാനലിൽ അതും കൂടി കാണിച്ചപ്പോൾ മുമ്പെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഒരു കാര്യം, അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ്സ് ഉണ്ടാകുന്ന സംസ്ഥാനങ്ങളിൽ കേരളവും നല്ല ഒരു മുൻപന്തിയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയം, നമ്മൾ ആ ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ. അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉണ്ടാകുന്നതിലൂടെ മനസ്സിലാവുന്നത് ഇതിനൊരു അറുതി വരുന്നില്ലല്ലോ എന്നുള്ളതാണ്. കാര്യം ഇത് കൺട്രോൾ ചെയ്യേണ്ട അതോറിറ്റിയും ഭരണാധികാരികളും ഒന്നും ഇത് കണ്ണു തുറന്ന് കാണുന്നില്ലേ എന്നുള്ളതാണ് വാസ്തവം. അതായത് ഇന്നലെ ഒരു സംഭവം ഉണ്ടായത് എന്ന് വെച്ചാൽ, ആലുവയിൽ വെച്ച് ഒരു റോഡിൽ കൂടി നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു നഴ്സിൻ്റെ മാല, കഴുത്തിൽ നിന്ന് മാല തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗമാണ് കണ്ടത്. അതായത് നെടുമ്പാശ്ശേരിയിലുള്ള ഒരു യുവാവ്, അദ്ദേഹം കോഴിക്കോട് നിന്ന് ബൈക്ക് മോഷ്ടിച്ചു കൊണ്ടുവന്ന് ആ ബൈക്കിൽ സഞ്ചരിച്ച് ഈ പറയുന്ന പോലെ ആലുവയിലെത്തി റോഡിൽ ഹെൽമറ്റ് വിട്ട് പതുങ്ങി നിന്ന് ഈ ലേഡി നടന്നു വന്നപ്പോൾ, ഈ നഴ്സ് എന്ന് പറയപ്പെടുന്ന ലേഡി നടന്നു വന്നപ്പോൾ അവരുടെ മാല തട്ടിപ്പറിച്ച് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന രംഗമാണ് കണ്ടത്. അതായത് പട്ടാപ്പകലെന്തോ ആണെന്ന് തോന്നുന്നു, പകൽ വെളിച്ചത്തിൽ. അപ്പോൾ പകൽ വെളിച്ചത്തിൽ പോലും ആൾക്കാർക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. അവരുടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് നമ്മുടെ അതോറിറ്റിയുടെ, അല്ലെങ്കിൽ നമ്മുടെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ ഏറ്റവും പ്രധാന ധാർമ്മികമായിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ. അവരുടെ ഉത്തരവാദിത്വം അതാണ്. അപ്പോൾ അതുപോലും ഇവിടെ പാലിക്കുന്നില്ല എന്നുള്ളത് വളരെ ലജ്ജ ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയാമല്ലോ, 140 കോടിയിലേറെ ജനങ്ങളുള്ള, ലോകത്ത് തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഏകദേശം 140 കോടിയിലേറെ ജനങ്ങളുള്ള ഈ രാജ്യത്ത് അപ്പോൾ ഒരുപാട് വളരെ വിഭിന്നമായിട്ടുള്ള ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്, പല പല മതത്തിൽപ്പെട്ടവരുണ്ട്, പല സംസ്ഥാനങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ പല പല വൈവിധ്യമാർന്ന സാമൂഹികവും അതുപോലെ തന്നെ സാംസ്കാരികവുമായിട്ടുള്ള പല പല പൈതൃകങ്ങളുള്ള ഒരു വളരെ ഒരു എന്താ പറയുന്നത്, ഒരു നല്ല ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഈ പറയുന്ന പോലെ പൊളിറ്റിക്കൽ സിസ്റ്റവും മറ്റ് കാര്യങ്ങളും കൊണ്ട് ഈ രാജ്യത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു സമ്പുഷ്ടി, ഒരു സാംസ്കാരിക ഒരു ഇതിലേക്ക്, അതായത് ഒരു സംരക്ഷണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ ലജ്ജ ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഇത്രയും സമ്പത്തുള്ള, അല്ലെങ്കിൽ ഇത്രയും സംസ്കാരവും ഇത്രയും കാര്യങ്ങളെല്ലാം ഉള്ള ഈ രാജ്യത്ത് എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ മനുഷ്യൻ്റെ ജീവന് സുരക്ഷിതത്വത്തിന് കളങ്കം തട്ടാത്ത രീതിയിലുള്ള നിയമങ്ങളും അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാര്യം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകിയിട്ട് വേണം മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. ഡെവലപ്മെൻ്റ് ആയാലും എന്തായാലും ബേസിക് ആയിട്ടുള്ള ഇതെല്ലാം പ്രധാനമായിട്ട് സംഭവിക്കുന്നത് കൂടുതലും അൺഎംപ്ലോയ്മെൻറ്റ് കൂടുന്നത് കൊണ്ടും, അല്ലെങ്കിൽ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, സോഷ്യൽ അൺട്രസ്റ്റ്, പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ അതേപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻസ്, ഏത് കാര്യത്തിലായാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിഞ്ഞ് ഒരു നല്ല ഒരു 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 പോസിറ്റീവായിട്ടുള്ള നല്ലൊരു ശക്തമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെച്ചാൽ മാത്രമേ ഇതെല്ലാം ഇല്ലാതാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ്സിലുള്ള കുറേ സ്റ്റേറ്റുകളുണ്ട്. അപ്പം ക്രൈം റേറ്റ്സ് പെരുകിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ. അതായത് കൊലപാതകം, പിടിച്ചുപറി, അങ്ങനെ വെട്ട്, കുത്ത്, മോഷണം, ഇങ്ങനെയുള്ളതെല്ലാം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ടോപ്പ് 10 സ്റ്റേറ്റുകളിൽ വരുന്ന ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. കാര്യം ഉത്തർപ്രദേശിന് അത്രമാത്രം ഡെൻസിറ്റിയാണുള്ളത്. പിന്നെ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അരുണാചൽ പ്രദേശ്, അത് കഴിഞ്ഞാൽ ജാർഖണ്ഡ്, പിന്നെ മേഘാലയ, ഡൽഹി, ആസാം, ഛത്തീസ്ഗഡ്, ഹരിയാന, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, ഇങ്ങനെയാണ് സ്റ്റേറ്റുകൾ വരുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ്സ് ഉള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലും ക്രൈം റേറ്റ്സ് നല്ലൊരു ശതമാനം കൂടി വരികയാണ്. ഈ പറയുന്ന പോലെ പകലിൽ വീട് കയറി മോഷ്ടിക്കുന്നുണ്ട്, വീട്ടിനകത്തുനിന്നുള്ള മോഷ്ടിച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്,
അപ്പോൾ റോഡിൽ കൂടെ നടന്നു പോകുന്നവരെ മാലയും മറ്റു കാര്യങ്ങളും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒരു ഫുള്ളായിട്ട് ഇതിനൊക്കെ ഒരു തടയിടാനായിട്ട് ഇത് എന്ന് സാധിക്കുമെന്നുള്ളതാണ്. അപ്പം ആ വാർത്ത കേട്ടപ്പോഴത്തേക്ക് ഞാൻ തോന്നിയ കാര്യം, അവർ എന്ത് കഷ്ടപ്പെട്ടായിരിക്കും ആ നഴ്സ് പഠിച്ച് ജോലി നേടി ജോലി ചെയ്ത് അവരെ കാശ് കൊടുത്ത് പാടുപെട്ട് മേടിച്ചിട്ട, ചിലപ്പം നല്ലൊരു കാശ് ചിലവാക്കിയായിരിക്കും ആ മാല മേടിച്ചിട്ടത്. എന്ത് നിസ്സാര നേരം കൊണ്ടാണ് അവൻ തട്ടിപ്പറിച്ചുകൊണ്ട് പോയത്. അവനെ പിടിക്കുക, അവന് വേണ്ട ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കുക, ആ കുട്ടിക്ക് ആ നഷ്ടപ്പെട്ട മാല തിരിച്ചു കൊടുക്കുക, അതിനെ തന്നെ നഷ്ടപരിഹാരം കൊടുക്കുക. ഇതാണ് ഏറ്റവും പെട്ടെന്ന് അതാത് അതോറിറ്റിക്ക് ചെയ്യേണ്ട ഒരു കടമ. അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.